ഇന്ന് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു കുർത്തിയിൽ അല്ലെങ്കിൽ ഒരു ബ്ലൗസിൽ ഏതൊരു ഡ്രസ്സിലായാലും സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന രീതിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട ഒരു ടോപ്പ് നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സ്ലീവ് ആദ്യം തന്നെ നമ്മുടെ ഈ ആം ഹോളുമായിട്ടൊന്ന് വെച്ച് നോക്കുക, കറക്റ്റ് ആയിട്ടാണോ വെട്ടിയെടുത്തിട്ടുള്ളതെന്ന് കേട്ടോ. നമ്മൾ ഈ തുണി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് തുണി ഒരിക്കലും വലിച്ചു പിടിക്കരുത്. പിന്നെ സ്ലീവ് ജോയിന്റ് ചെയ്യണതിന് മുന്നേ തന്നെ നമ്മളൊന്ന് അടിഭാഗം മടക്കി അടിച്ച് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ സ്ലീവ് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിന്റെ സെന്റർ പോർഷനിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഷോൾഡറുമായിട്ട് ജോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് പോർഷൻ, അതായത് സെന്റർ വരുന്ന പോർഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഷോൾഡറിന്റെ ഈ ജോയിന്റും നമ്മൾ ആ കട്ട് ചെയ്ത ആ പോർഷൻ ഇല്ലേ, അതുമായിട്ട് ഒരേപോലെ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. അപ്പൊ നമ്മുടെ സ്ലീവ് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിത് ഈ ബോഡി പാർട്ടിലേക്ക് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ബോഡി പാർട്ടിന്റെ നല്ല വശമാണ് നമ്മൾ വെക്കേണ്ടത്. അതിലേക്ക് നമ്മൾ സ്ലീവിന്റെ നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് വേണം നമ്മൾ ഈ ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ നേരെ വരുന്നത് സ്ലീവിന്റെ റോങ് സൈഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ആ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്ത ആ പോർഷൻ ഇല്ലേ, അതായത് ഷോൾഡർ കണ്ട കട്ടിങ് ഇട്ട് കൊടുത്ത ആ പോർഷൻ നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്തതിന്റെ ആ നേരെ തന്നെ വെച്ചിട്ട് നമ്മൾ നടുക്കിന്ന് വേണം അത് സ്റ്റിച്ച് ചെയ്യാൻ. സ്ലീവ് നമ്മൾ ഒരു അറ്റത്തിൽ നിന്നല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് നല്ല ലെവലിൽ കിട്ടണമെങ്കിൽ നമ്മൾ നടുക്ക് പോർഷൻ, അതായത് നമ്മൾ ആ കട്ടിങ് ഇട്ട ആ പോർഷനിൽ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഒരു വശത്തേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വശത്തേക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒരിക്കലും നമ്മൾ തുണി വലിച്ചു പിടിക്കരുത്. സ്ലീവ് എത്തുന്നില്ല എന്ന് കരുതി വലിച്ചു പിടിക്കരുത് കേട്ടോ. പിടുത്തം വരും, സ്ലീവ് ഒരു ഭംഗിയില്ലാതാവും. അപ്പൊ നമ്മൾ ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ തുണി മറിച്ചിട്ടിട്ട് അപ്പൊ നമ്മുടെ സ്ലീവ് അടിയിൽ വരും കേട്ടോ. ബോഡി പാർട്ട് ആയിരിക്കും മീതെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് മുകളിലത്തെയും താഴത്തെയും രണ്ട് പീസും കൂടി ലെവലിൽ തന്നെ ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ ഇടക്കിടക്കൊന്ന് ബോഡി പാർട്ട് ഇങ്ങനെ പൊക്കി നോക്കി താഴെ വരുന്ന തുണി കറക്റ്റ് ആയിട്ട് ലെവലായിട്ടാണോ ഇരിക്കണേന്ന് നോക്കിയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അറ്റത്തെത്തിക്കുക. അപ്പൊ നമ്മൾ അത് കംപ്ലീറ്റ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ അതിന്റെ മീതെ കൂടെ അറ്റത്തിന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമേ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തല്ലോ. പിന്നെ നമ്മൾ ഒരു സ്റ്റിച്ച് ആ അറ്റത്തിൽ നിന്ന് ഈ അറ്റത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. കാരണം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്ലീവ് ജോയിൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഒരു എക്സസ് കാര്യങ്ങളൊന്നും വരാതെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ലീവ് ജോയിനിങ് വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞാണ് കേട്ടോ. ഇതറിയാവുന്നവർ ഇഗ്നോർ ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. യൂട്യൂബിൽ കാണുന്നവര് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.